ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി. 3 വർക്കാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ ബെയറിംഗ് മാറ്റണം. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, മീറ്ററിൻ്റെ കേബിൾ പോയതാണ്, അപ്പോൾ അത് മാറ്റാനുണ്ട്. വയറിങ് ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, ഹെഡ്ലൈറ്റ് തെളിയുന്നില്ല, അത് വയറിങ്ങിൻ്റെ പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കേസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണേ. സ്പീഡോമീറ്റർ നമ്മൾ ചെയ്യുമ്പോൾ കേബിളും അതേപോലെ തന്നെ ഈ ക്രൗണ് പിനിയൻ സെറ്റും കൂടി നമുക്ക് മാറ്റിയിടേണ്ടതാണ് ഫ്രണ്ടിലിൻ്റെ. പിന്നെ ബ്രേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ക്യാമൊക്കെ നല്ല ടൈറ്റാണ്. അതുപോലെ തന്നെ ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു കേബിളും കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ ഫ്രണ്ടിലിൻ്റെ. കാരണം അത് ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ജാമായ ഒരു അവസ്ഥയിലാണ് നിൽക്കണേ. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാം ഗ്രീസ് ചെയ്ത് ക്രൗണും പിനിയൻ സെറ്റും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും സ്പീഡോമീറ്ററിൻ്റെ കേബിളും മാറ്റി കറക്റ്റ് ആക്കിയിടാം കേട്ടോ. ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റ് വന്നിരുന്നത് വയറിങ്ങിൻ്റെയാണ്, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയിനൊക്കെ നല്ല ലൂസുണ്ട്, ചെയിൻ തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ബാക്കിയത്തെ കുറച്ച് വർക്കുകൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാറ്ററി ചാർജ് നിൽക്കാത്ത പ്രോബ്ലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ ഓൾറെഡി സർവീസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം വേണ്ട കേസ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യണേ. അതിന് ശേഷം നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടൊരു ദിവസം നോക്കിയിട്ട് ബുക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് വണ്ടികളെല്ലാം തന്നെ കയറുന്നത് ബുക്കിംഗ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തർ അവരുടെ ഗ്യാപ്പ് നോക്കിയിട്ട് വന്ന് ബുക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടയിൽ വണ്ടി വരുമ്പോൾ ബുക്കിംഗ് വണ്ടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടി കയറുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അതാത് ദിവസം ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തിടാൻ പറയുന്നത് ജസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും വർക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്കും. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.